അതുകൊണ്ട് തന്നെ ബി.ജെ.പി. സഖ്യത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി 2024 തെരഞ്ഞെടുപ്പ് ഫലം മാറുന്നു എന്നതും നിർണായകമാണ്. അപർണ, രഞ്ജിത്ത്, ഒരു കാര്യം കൂടി കേരള ചിത്രത്തിലേക്ക് വീണ്ടും വരുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും UDF-നൊപ്പം നിന്നു എന്നൊരു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വേഗത്തിൽ നമുക്ക് നടത്തേണ്ടി വരും. ഒരുപക്ഷെ അതിന്റെ വിശദമായ കണക്കെടുപ്പുകൾ നടത്തേണ്ടി വരും. എന്നിരുന്നാൽ കൂടിയും പ്രത്യേകിച്ച് മലപ്പുറം, പൊന്നാനി അടക്കമുള്ള മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ വൻ ഭൂരിപക്ഷത്തിലേക്ക് UDF സ്ഥാനാർത്ഥികൾ മാറുകയാണ്. കാരണം അവിടെ വോട്ട് ചോർച്ച ഉണ്ടായി, സമസ്തയുടെ ഇടപെടൽ അടക്കമുള്ള സാന്നിധ്യ സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അതൊന്നും UDF-ന് വെല്ലുവിളി ഉണ്ടായില്ല. ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം ന്യൂനപക്ഷവും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളും UDF-ലേക്ക് തന്നെ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചില്ലേ എന്ന ഒരു കണക്കെടുപ്പ് ഒരുപക്ഷെ ഈ പൂർത്തിയാകുന്ന വോട്ടെടുപ്പിന് ശേഷം ഉണ്ടാകും. ഏതായാലും നിർണായകമായ മത്സരം നടക്കുന്നത് അത് ആറ്റിങ്ങിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ വീണ്ടും അടൂർ പ്രകാശ് മുന്നിലാണ് എങ്കിൽ പോലും കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. ബി ജോയിയും അടൂർ പ്രകാശും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം LDF-ന്റെ 2ാം സീറ്റ് ആറ്റിങ്ങിലാകുമോ എന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണണം. കാരണം ഇനി ഒരുപാട് ബൂത്തുകൾ എണ്ണാനുണ്ട്. ഏതാണ്ട് 50% ബൂത്തുകളുടെ മാത്രമാണ് എണ്ണൽ പൂർത്തിയായിരിക്കുന്നത് എന്ന് ചേർത്ത് വായിക്കണം. സ്വാഭാവികമായും അവിടെ 2 മുന്നണികൾക്കും വിജയ സാധ്യതയുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് 7000 വോട്ടുകൾ ലീഡുണ്ട് എങ്കിൽ പോലും അതും മാറി മറിയാം. അവിടെയും 3-ൽ 2 വോട്ടുകൾ. കൊല്ലത്തെ ചിത്രം വേഗത്തിലൊന്ന് വിശദീകരിക്കാം. 41,477 വോട്ടുകളാണ് NK പ്രേമചന്ദ്രന്റെ നിലവിലെ ലീഡ്. പക്ഷേ അതിലെ ചിത്രം M മുകേഷ് നേടിയ വോട്ടുകൾ 79,390 ആണ്. G കൃഷ്ണകുമാർ 40,073 വോട്ടുകൾ അവിടെ നേടിയിട്ടുണ്ട്. അതിനർത്ഥം BJP പരമ്പരാഗതമായി നേടിയിരുന്ന വോട്ടുകൾക്കപ്പുറത്തേക്ക് വോട്ടുകളെ സമാഹരിക്കാൻ G കൃഷ്ണകുമാറിന് കഴിഞ്ഞു എന്ന് വേണം ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കാൻ. അങ്ങനെയെങ്കിൽ അവിടെ BJP-യുടെ വോട്ട് ഷെയറിൽ വലിയ വർധനവ് കൊല്ലത്തുണ്ടാകും. തീർച്ചയായും BJP-യുടെ വോട്ട് ഷെയറിൽ വർധനമുണ്ടാകുന്നത് കൊല്ലത്ത് സംസ്ഥാനത്തെ മിക്ക മണ്ഡലങ്ങളിലും BJP-യുടെ വോട്ട് ഉയർത്തുന്ന പശ്ചാത്തലം ചേർത്ത് വായിക്കണം. പത്തനംതിട്ടയിലും നമ്മൾ അതിന്റെ പ്രതിഫലനം കണ്ടതാണ് എന്നുള്ളതാണ്. പൊന്നാനിയിൽ ഇപ്പോൾ സമദാനിയുടെ ലീഡ് 80,000-ആയി ഉയർന്നിട്ടുണ്ട്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിന്റെ ലീഡ് 1 ലക്ഷം കടന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ 1 ലക്ഷം മലപ്പുറത്ത്, പൊന്നാനിയിൽ, വയനാട്ടിൽ, എറണാകുളത്ത് ഒക്കെ ഇതിനകം തന്നെ ഏതാണ്ട് വടകരയിലും ഇതിനകം തന്നെ UDF സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ലീഡ് ഉറപ്പിച്ചിരിക്കുന്നു. വിജയം തിരുവനന്തപുരത്ത് ഇനി എണ്ണാനുള്ളത് 6,40,340 വോട്ടുകൾ. ഇതുവരെ എണ്ണിയത് 3,10,000. അതായത് ഇനിയും മാറുപറയാനുള്ള ഒരു സാധ്യത തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതായത് 6,40,340 വോട്ടുകളാണ് എണ്ണാനുള്ളത് തിരുവനന്തപുരത്തിന്. ഇതുവരെ 3,10,489 വോട്ടുകൾ മാത്രമാണ് തിരുവനന്തപുരത്ത് എണ്ണിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇനിയും ഫലങ്ങൾ മാറി മറിയാം. ഇനിയും ചില ഇടങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് പരാമർശിക്കാം, രഞ്ജിത്ത്. അതായത് തിരുവനന്തപുരത്തെ ബൂത്ത് സാന്നിധ്യത്തിൽ കൂടുതലായുള്ളത് 3 മണ്ഡലങ്ങൾ പ്രധാനമാണുണ്ട്. ഒന്ന് പാറശാല, മറ്റൊന്ന് കോവളമാണ്. ഈ 2 മണ്ഡലങ്ങളും UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. സ്വാഭാവികമായും ഏറ്റവും അവസാന റൗണ്ടുകളിൽ കാത്തിരിക്കുന്നത് ഈ മണ്ഡലങ്ങളിലെ സസ്പെൻസ് ആയിരിക്കും. മുമ്പ് O രാജഗോപാൽ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ഉണ്ടായതിന് സമാനമായ ഒരു സസ്പെൻസിലേക്ക് തിരുവനന്തപുരം നീങ്ങുന്നു എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. തൃശ്ശൂരിൽ നിന്നൊരു കൗതുകകരമായൊരു കണക്കുണ്ട്. അതായത് 2ാം സ്ഥാനത്തിന് വേണ്ടി സുനിൽകുമാറും മുരളീധരൻ തമ്മിലുള്ള മത്സരത്തിൽ നേരിയ, അതായത് ഏതാണ്ട് ഒരു 316 വോട്ടുകളുടെ മാത്രം വ്യത്യാസമാണ്. സുനിൽകുമാർ 2ാം സ്ഥാനത്താണ്, മുരളീധരൻ 3ാം സ്ഥാനത്താണ്. 316 വോട്ടുകളുടെ മാത്രം വ്യത്യാസമാണ് മുരളീധരനും സുനിൽകുമാറും ചേർന്നുള്ളത്. ആറ്റിങ്ങൽ ലീഡ് വീണ്ടും മാറുന്നു. 1,656 എന്ന ലീഡിലേക്ക് വീണ്ടും വരുന്നു വി ജോയുടെ ലീഡ്. ജോയുടെ ലീഡ്, അതാണ് ചിത്രം. നമുക്ക് മടങ്ങി വരാം. ഒരു പവർ ബ്രേക്ക്. അങ്ങനെ നോയിഡയിൽ നിന്ന് എത്തുന്ന ഇൻപുട്ട് ആണ് തിരുവനന്തപുരത്തെ സെൻട്രൽ ഡെസ്കിലെ ഇൻപുട്ട് ഡെസ്കിലേക്ക് എത്തുന്നത്. അവിടെ ഇൻപുട്ട് ഡെസ്ക് സജ്ജമാണ്. ഇത് ഉച്ച സമയമാണ്. നമുക്കറിയാം ഈ വാർത്താ തിരക്കുകൾ കൊണ്ട്, അതായത് വാർത്താ ഡെസ്ക് ഏറ്റവും സജീവമാകുന്ന സമയത്ത് വളരെ കുറച്ച് സമയം. അതാണ് ചിത്രം. ആറ്റിങ്ങൽ ലീഡ് 12,000 കടന്നു. 12,000 കടന്നിരിക്കുന്നു തിരുവനന്തപുരത്ത്. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് എന്ന സുപ്രധാനമായ വിവരം കൈവിടുന്നുണ്ട്.
ഈ പുതിയ ഘട്ടങ്ങളിലേക്ക് പുതിയ ബൂത്തുകളിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം തൃശ്ശൂർ പോലെ BJP ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്നു എന്നത് വളരെ സുരേഷ് ഗോപിയുടെ ലീഡ് 43,347 കടന്നു. 50,000 അടുക്കുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലീഡ് നില. BJP താമര വിരിയിക്കുന്നു തൃശ്ശൂരിലൂടെ, സുരേഷ് ഗോപിയിലൂടെ. 43,000 കടന്നുള്ള വലിയ തേരോട്ടം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒപ്പം 12,000 കടക്കുന്നു തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ്. നമ്മുടെയൊക്കെ സർവേ ഫലങ്ങൾ ശരിയാണ് എങ്കിൽ 1 മുതൽ 3 വരെ സീറ്റുകൾ പ്രവചിച്ചിരുന്നു. അതിൽ 2 സീറ്റിലേക്ക് BJP എത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. അതിൽ 1 ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു പക്ഷേ 2ലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ്. വന്ന് കയറി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത ആളുകളെ സ്വീകരിക്കുന്ന ഒരു ചരിത്രം തിരുവനന്തപുരത്തിലുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വളരെ മുന്നിലായിരുന്നു. തരൂരിനെതിരായ ഒരുപാട് വികാരങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫലം ചെയ്താൽ ഒരുപക്ഷെ BJP തിരുവനന്തപുരത്തും താമര വിരിയും. സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി. കേരള പ്രഭാരി, കേരളത്തിന് ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP സർക്കാർ ഉണ്ടായാൽ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന് ആ തരത്തിലുള്ള പരിഗണന നൽകേണ്ടി വരും. വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. എത്തുന്നു. നമുക്കറിയാം, അമിത്ഷായും മോദിയും നേരിട്ട് അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ്. സംസ്ഥാന നേതൃത്വത്തിന് പോലും സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ നിശ്ചയമില്ലായിരുന്നു. മോദി നേരിട്ട് പൊതുയോഗത്തിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 5 വർഷമായി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഒരുപാട് നെഗറ്റീവ് പ്രചരണങ്ങളെ അതിജീവിച്ചു. സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മധുരം അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെ BJP താമര വിരിയിക്കുകയാണ്. കേരളം സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂരിങ് എടുക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ സുരേഷ് ഗോപി 2024 ഏറ്റവും 1678 വോട്ടുകൾക്ക് വി ജോയ് അവിടെ ലീഡ് ചെയ്യുന്നു. ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു എന്നതാണ് ആറ്റിങ്ങലിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം. ഒപ്പം വേഗത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ ഇതുവരെ തിരുവനന്തപുരത്ത് ഇത്തവണ പോൾ ചെയ്തത് 9,63,611 വോട്ടുകളാണ്. ഇതുവരെ എണ്ണിയ വോട്ടുകൾ 3,10,000 പരമാണ്. ഇപ്പോൾ ഈ കണക്കിൽ ചെറിയ മാറ്റം വന്നിരിക്കാം. എന്നിരുന്നാലും ഒരു കാര്യം ജോയിയുടെ ഭൂരിപക്ഷം 2 വോട്ട് ലീഡ്. ആറ്റിങ്ങലിൽ ജോയിയുടെ ലീഡ് 2 ആറ്റിങ്ങലാണ്. നമ്മുടെ സൂപ്പർ ക്ലൈമാക്സിലേക്ക് പോകുന്ന ആറ്റിങ്ങലാണെന്നത് വ്യക്തമാണ്. ഇനി സൂപ്പർ ക്ലൈമാക്സ് ആറ്റിങ്ങിലൂടെ ആയിരിക്കും. മറ്റ് 20 മണ്ഡലങ്ങളിലും 19 മണ്ഡലങ്ങളിലും ഏതാണ്ട് ഫലസൂചനകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷെ ആറ്റിങ്ങലിൽ എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്നു കാണണം. ആറ്റിങ്ങലിൽ ബി ജോയിയും ഒപ്പം അടൂർ പ്രകാശും തമ്മിൽ വാശിയേറിയ മത്സരമാണ്. ഇപ്പോൾ 2ലേക്ക് ലീഡ് താന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശക്തമായ മത്സരം ആറ്റിങ്ങലിൽ നടക്കുന്നു എന്നതിന്റെ സൂചനകൾ കൂടി പുറത്തു വരുന്നു. അതാണ് സാഹചര്യം. ആറ്റിങ്ങൽ നിർണായകമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാനിക്കുന്ന മണിക്കൂറുകൾ വരെ സസ്പെൻസ് നിലനിർത്തുന്ന മണ്ഡലമായി ആറ്റിങ്ങൽ മാറും. അതാണ് സാഹചര്യം. ഇടതുപക്ഷത്തിനും UDF-നും ഒരേ സമയം പ്രതീക്ഷ നൽകുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു എന്നാണ് സാഹചര്യം. ഹൈബി ഈഡൻ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന എറണാകുളത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓഫീസിൽ UDF നേതാക്കൾ ലീഡ് കൂടുന്നു. 13,565 എന്ന ലീഡിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നു. കൂടുതൽ സേഫ് ആക്കുന്നു തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി കാര്യം എന്നത് വ്യക്തം. വളരെ പ്രധാനം. ആറ്റിങ്ങലിൽ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കണം. വി മുരളീധരൻ 1ാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിയേക്കാൾ വെറും 2,300 വോട്ടുകൾ മാത്രമാണ് വി മുരളീധരന് കുറവുള്ളത്. 3ാം സ്ഥാനത്തുള്ള വി മുരളീധരൻ. അതായത് ശക്തമായ ത്രികോണ പോരാട്ടം ആറ്റിങ്ങിൽ നടക്കുന്നു എന്നത് പ്രധാനമാണ്, ശ്രദ്ധേയമാണ്. ആറ്റിങ്ങിൽ അങ്ങനെ ശക്തമായ ത്രികോണ പോരാട്ടം. മുരളീധരൻ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. മുരളീധരന് ഒട്ടും പുറകിലല്ല. 2,900 വോട്ടുകൾ മാത്രമാണ് 1ാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിയേക്കാൾ മുരളീധരന് പുറകിലുള്ളത്. 7 റൗണ്ട് വീതം പൂർത്തിയായി. അതായത് സംസ്ഥാനത്ത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ